പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഷാരിഹ് ഒരു നിരീക്ഷണമായിട്ട് താഴെ നൽകുന്നത് ഇങ്ങനെയാണ്: നഹ്നു നദ്റുസുൽ ഹുക്മ അലൽ ഫിഅൽ. ഈ പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ ആ പ്രവൃത്തിയുടെ ഹുക്കുമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഒരാൾ എന്ത് ചെയ്തു? ഈ പറയുന്ന രീതിയിൽ അല്ലാതെ എന്ത് ചെയ്യുന്നു? തസറുഫ്, ഒരു ഖഫിയായ തസറുഫ് ഉണ്ട് എന്ന് കരുതിയിട്ട് ഒരാൾക്ക് അവരോട് ദുആ ചെയ്യാണ്, അല്ലെങ്കിൽ മരിച്ചിരിക്കുന്ന ഒരാളോട് എന്ത് ചെയ്യുന്നു? ദുആ ചെയ്യുന്നു. ഇത് നമ്മൾ കാണുകയാണ്. ആ കാണുന്ന പ്രവൃത്തി എന്താണ്? അതിൻ്റെ ഹുക്കുമാണ് ഇപ്പോൾ പറഞ്ഞത്. എന്താണ്? ഷിർക്കാണ്. അങ്ങനെ ഒരാളോട് എന്ത് ചെയ്യാൻ പാടില്ല? മരിച്ച ഒരാളോട് ദുആ ചെയ്യാൻ പാടില്ല, തേടാൻ പാടില്ല. എന്നാൽ അമ്മൽ ഹുക്മു അലൽ ഫാഇലി, ഇത് പ്രവർത്തിക്കുന്ന ആളുടെ വിധി, ഫയഹ്താജു ഇലാ ഇഖാമത്തിൽ ഹുജ്ജ വൻതിഫാഇ ശുബ്ഹ. അവിടെ ആ വിധി പറയണമെങ്കിൽ അവിടെ ഹുജ്ജത്ത് സ്ഥാപിക്കപ്പെടണം, അതേപോലെ തന്നെ അവൻ്റെ ശുബ്ഹത്തുകൾ നീക്കപ്പെടണം, ആശയക്കുഴപ്പങ്ങൾ എന്ത് ചെയ്യപ്പെടണം? ഇല്ലാതെയാക്കപ്പെടണം. അവൻ ഇത് ചെയ്യുന്നത് മുഖേന ശിർക്ക് സംഭവിക്കും എന്നുള്ള ദലീൽ സ്ഥാപിക്കണം അവൻ്റെ അടുക്കൽ. ഇതാ നീ ചെയ്യുന്ന പ്രവൃത്തി എന്നല്ല, ഇത് ശരീഅത്ത് അനുവദിക്കുന്നതല്ല, ഇത് മുഖേന ശിർക്ക് സംഭവിക്കും, അതിനുള്ള ദലീലുകൾ ഇന്നതാണ് എന്ന് സ്ഥാപിക്കപ്പെടണം അവൻ്റെ അടുക്കൽ. അതേപോലെ തന്നെ ശുബ്ഹ, അവന് ചിലപ്പോൾ പല ശുബ്ഹത്തുകൾ ഉണ്ടാകാം, ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാം. പ്രത്യേകിച്ചും ഈ കാലത്ത് ശുബ്ഹത്തിന്റെ ഫിത്ന ധാരാളം വ്യാപകമായിട്ടുണ്ട്. അതുകൊണ്ട് ആ ശുബ്ഹത്തുകൾ എന്ത് ചെയ്യപ്പെടണം? ഇല്ലായ്മ ചെയ്യപ്പെടണം. എന്നാൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രവർത്തിച്ച ആളുടെ മേൽ വിധി പറയാൻ പറ്റുള്ളൂ. അതും ആരാണ് ആ വിധി പറയേണ്ടത്? വൽ ഉലമാഉ ഹും മൻ യഹ്കുമു അലൽ ഫാഇലി അന്നഹു മുഅ്മിനുൻ ഔ കാഫിറുൻ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഹുക്മ് പറയേണ്ടവൻ നല്ല ആലിമായിരിക്കണം. പരിശുദ്ധ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും ഹുക്കുമുകൾ നിർദ്ധാരണം ചെയ്തെടുക്കാൻ സാധിക്കുന്ന കിബാറുകളായ ഉലമാക്കളായിരിക്കണം. അവരാണ് ഒരാൾ മുഅ്മിനാണോ കാഫിറാണോ എന്ന് ഹുക്മ് പറയാനുള്ള അധികാരം അവർക്കേ ഉള്ളൂ. അത് വളരെ അപകടം പിടിച്ചിരിക്കുന്ന കാര്യമാണെന്നർത്ഥം. നമ്മളിപ്പോൾ ഉലമാക്കൾ പോയിട്ട് തുല്ലാബുകൾ പോലും ആകാത്ത ആളുകൾ, വിദ്യാർത്ഥികളുടെ ഗുണങ്ങൾ തന്നെ ഉലമാക്കൾ പഠിപ്പിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾ എങ്ങനെയായിരിക്കും അതുപോലും ഇല്ലാത്ത ആൾക്കാരാണ് നമ്മൾ പല ആൾക്കാരും. വിദ്യാർത്ഥികൾ ആകേണ്ട, വിദ്യാർത്ഥികളുടെ പാലിക്കേണ്ട മര്യാദകൾ പോലും നമുക്ക് ഇല്ല യഥാർത്ഥത്തിൽ. അങ്ങനെ വിദ്യാർത്ഥി പോലുമല്ല, ത്വലബുൽ ഇൽമി ഇറങ്ങുപോലും ചെയ്യാത്ത ആളുകൾ, അവർ പലപ്പോഴും എന്ത് ചെയ്യുന്നു? പല ആളുകളെ കുറിച്ച് വ്യക്തിപരമായിട്ട് തന്നെ ഹുക്മ് പറയുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് അത് വലിയ അപകടം പിടിച്ചിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഷാരിഹ് എന്ത് ചെയ്യുന്നത്? അതൊരു നിരീക്ഷണമായിട്ട് പ്രത്യേകം എന്ത് ചെയ്യാണ്? ഈ വിഷയം പഠിപ്പിക്കുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യമാണ്. അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് സമർപ്പിച്ചാൽ ആ പ്രവൃത്തി എന്ത് തന്നെയാണ്? ശിർക്കാണ്, സംശയമൊന്നും വേണ്ട. പക്ഷെ അത് പ്രവർത്തിക്കുന്ന ആൾ